നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് വേവ് ലെങ്ത്. ഇതിൽ കുറച്ച് ടോപ്പിക് പറയാനുണ്ട്. കട്ട് ഓഫ് വേവ് ലെങ്ത്തും അതേപോലെ മോഡ് ഫീൽഡ് ഡയമീറ്റർ. കട്ട് ഓഫ് വേവ് ലെങ്ത് എന്താണെന്ന് നോക്കാം. The cutoff wavelength is the minimum wavelength in which a particular optical fiber still acts as a single mode fiber. കട്ട് ഓഫ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം വേവ് ലെങ്ത് ആണ്. ഇൻ വിച്ച് എ പെർട്ടിക്കുലർ ഒപ്റ്റിക്കൽ ഫൈബർ, ഒരു പെർട്ടിക്കുലർ ഒപ്റ്റിക്കൽ ഫൈബർ ഒരു സിംഗിൾ മോഡ് ഫൈബറിൽ ആക്ട് ചെയ്യുന്ന ടൈമിലുള്ള ഒരു മിനിമം വേവ് ലെങ്ത് ആണ് കട്ട് ഓഫ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. നമ്മൾ എക്സാമിന് തന്നെ പറയില്ല ഇത്രയാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത്രയും മാർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ. അതാണ് കട്ട് ഓഫ് എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. Above the cutoff wavelength, the fiber will only allow the LPO1 mode. LPO1 എന്ന് പറഞ്ഞാൽ ലീനിയർലി പോളറൈസ്ഡ് മോഡ്. നമ്മൾ കുറേ മോഡ്സ് വരില്ലേ, സിംഗിൾ മോഡ്, മൾട്ടി മോഡ്, അതേപോലത്തെ ഒരു മോഡാണ് ലീനിയർലി പോളറൈസ്ഡ്. അതൊന്നും എന്താണെന്നൊന്നും പഠിക്കണം, ജസ്റ്റ് ആ ടേം മാത്രം ഓർത്താൽ മതി. Above the cutoff wavelength, the fiber will only allow the LPO1 mode to propagate through the fiber. കട്ട് ഓഫ് വേവ് ലെങ്ത്തിൻ്റെ മേലെ ആയാൽ ഈ LPO1 മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു മോഡിൽ മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈബർ ഈസ് എ സിംഗിൾ മോഡ് ഫൈബർ ആക്ട് ദിസ് വേവ് ലെങ്ത്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഫണ്ടമെൻ്റൽ മോഡ്. ഈ ഒരു മോഡിനെ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ മോഡ്. Below the cutoff wavelength, higher order modes such as LP11, LP21, LPO2, etc. will be able to propagate. ഈ കട്ട് ഓഫിനേക്കാളും കുറവാണെങ്കിൽ ഈ ഒരു LP11, LP21, LPO2 എന്ന് പറഞ്ഞിട്ടുള്ള മോഡിന് മാത്രമേ എന്താവുള്ളൂ, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എബവ് ദ കട്ട് ഓഫ് ആണെങ്കിൽ LPO1 ആണ്. ബിലോ ദ കട്ട് ഓഫ് ആണെങ്കിൽ LP11, LP21, LPO2 അത് മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈബർ ബിക്കംസ് എ മൾട്ടി മോഡ് ഫൈബർ അറ്റ് ദിസ് വേവ് ലെങ്ത്. ഈ വേവ് ലെങ്ത്തിൽ ഫൈബർ എന്തായിരിക്കും, മൾട്ടി മോഡ് ഫൈബർ ആയിരിക്കും. ബിലോ ദ കട്ട് ഓഫ് ആണെങ്കിൽ, അതിന് എബവ് ദ കട്ട് ഓഫ് ആണെങ്കിൽ ഫൈബർ എന്തായിരിക്കും, സിംഗിൾ മോഡാണ്. ഓക്കെ, അത് ഓർത്താൽ മതി. ആൻഡ് കട്ട് ഓഫ് വേവ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇക്വേഷനാണ് λc = 2πAN1 / VC 2 ഡെൽറ്റ ഹോൾ റേസ് ടു 1/2. പൈ എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് 3.14 ആണ്. λc എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്, കട്ട് ഓഫ് വേവ് ലെങ്ത് ആണ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ, റേഡിയസ് ഓഫ് ദി കോർ, റേഡിയസ് ആണ്, കോറിൻ്റെ റേഡിയസ് ആണ്. N1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ. ആൻഡ് VC എന്ന് പറഞ്ഞാൽ നോർമലൈസ്ഡ് ഫ്രീക്വൻസി. ആൻഡ് ഡെൽറ്റ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് വെച്ചാൽ ബിറ്റ്വീൻ കോർ ആൻഡ് ക്ലാഡിങ്, കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെ ഇടയിലുള്ളൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ആൻഡ് LPO1 എന്ന് പറഞ്ഞാൽ LPO1 മോഡ് ഈസ് യൂസ്ഡ് ഫോർ ആപ്ലിക്കേഷൻസ് ആസ് നാരോ ഹെഡ് ഡീമൾട്ടിപ്ലക്സ്. ആ ഒരു ഇതിലാണ് ഈ മോഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് LP11 എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ ആപ്ലിക്കേഷൻ ആസ് ബ്രോഡ്ബാൻഡ് ഡീമൾട്ടിപ്ലക്സ്. ബ്രോഡ്ബാൻഡ് ഡീമൾട്ടിപ്ലക്സിലാണ് LP11 യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഈ LP11, LP21 എന്നെല്ലാം പറയുന്നത് ഓരോ മോഡിൽ, ഓരോ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഇതിനെ പറയുന്നത് LP എന്ന് പറഞ്ഞാൽ ലീനിയർലി പോളറൈസ്ഡ് മോഡാണ്. അത്രയാണ് കട്ട് ഓഫ് വേവ് ലെങ്ത്. നെക്സ്റ്റ് ഈസ് മോഡ് ഫീൽഡ് ഡയമീറ്റർ. ഈ മോഡ് ഫീൽഡ് ഡയമീറ്റർ പറയുന്നതിൻ്റെ മുന്നേ നമുക്കൊരു ടേം കൂടെ പറയാനുണ്ട്, ന്യൂമറിക്കൽ അപ്പർച്ചർ. ഇറ്റ് ഈസ് എ മെഷർമെൻറ്റ് ഓഫ്, നമ്മൾ മുന്നേ ഈ ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനൊക്കെ പറയുന്ന ടൈമിൽ ഞാനിത് ന്യൂമറിക്കൽ അപ്പർച്ചർ വേണ്ടാന്നായിരുന്നു പറഞ്ഞത്. ഇതിപ്പം ആവശ്യം വന്നു. ആ ടൈമിലല്ല ഇത് നമുക്ക് ആവശ്യമുള്ളത്, ഇപ്പോഴാണ് അത് ആവശ്യം. അപ്പോൾ അത് എഴുതണേ. ഇറ്റ് ഈസ് എ മെഷർമെൻറ്റ് ഓഫ് ദി എബിലിറ്റി ഓഫ് എൻ ഒപ്റ്റിക്കൽ ഫൈബർ ടു ക്യാപ്ചർ ലൈറ്റ്. ഇതെന്താണ്, ഒരു മെഷർമെൻ്റ് ആണ് ഓഫ് ദി എബിലിറ്റി ഓഫ് എൻ ഒപ്റ്റിക്കൽ ഫൈബർ. ഒരു ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു മെഷർമെൻ്റ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ ലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്നൊരു മെഷർമെൻ്റ് ആണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. അപ്പോൾ ഈ ന്യൂമറിക്കൽ അപ്പർച്ചറും അതേപോലെ ഈ കട്ട് ഓഫ് വേവ് ലെങ്ത്തും വെച്ചിട്ടാണ് നമ്മൾ മോഡ് ഫീൽഡ് ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത്. MFD എന്ന് പറയും. MFD ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ റിലേറ്റഡ് ടു ദി ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയമീറ്ററാണ് ഈ മോഡ് ഫീൽഡ് ഡയമീറ്റർ. ആൻഡ് ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഇൻ എ സിംഗിൾ മോഡ് ഫൈബർ ക്രോസ് സെക്ഷൻ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ലൈറ്റ് ഇൻറ്റൻസിറ്റി. ലൈറ്റ് ഇൻറ്റൻസിറ്റിൻ്റെ ഒരു മെഷറാണ് ഈ മോഡ് ഫീൽഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് ഒപ്റ്റിക്കൽ പവർ പെർ യൂണിറ്റ് ഏരിയ. MFD ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് വേവ് ലെങ്ത്, കട്ട് ഓഫ് വേവ് ലെങ്ത് ഓഫ് ദി ഫൈബർ ആൻഡ് ഇസ് റൊട്ടേറ്റഡ് ടു ദി ഡയമീറ്റർ ഓഫ് ദി ഫൈബർ കോർ. ഇത് രണ്ടും വെച്ച്, ന്യൂമറിക്കൽ അപ്പർച്ചറും അതേപോലെ കട്ട് ഓഫ് വേവ് ലെങ്ത്തും വെച്ചിട്ടാണ് MFD ഡിറ്റർമൈൻ ചെയ്യുന്നത്.
MFT is greater than the physical diameter of the fiber core, which means that some optical power is always guided by the fiber cladding. MFD എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദ ഫിസിക്കൽ ഡയമീറ്റർ, ഫൈബറിൻ്റെ ഫിസിക്കൽ ഡയമീറ്ററിനേക്കാളും ഗ്രേറ്റർ ആണ്. സിംഗിൾ മോഡ് ഫൈബർ യൂണിറ്റ് large mode field diameter are more sensitive to fiber bending. ആ പോയിന്റ് വേണ്ട, നെക്സ്റ്റ് പോയിന്റ് എഴുതിയാൽ മതി. സിംഗിൾ മോഡ് ഫൈബേഴ്സ് വിത്ത് സ്മോൾ മോഡ് ഫീൽഡ് ഡയമീറ്റർ ഷോ ഹയർ കപ്ലിംഗ് ലോസ് അറ്റ് കണക്ഷൻ. സിംഗിൾ മോഡ് ഫൈബറിൽ വിത്ത് സ്മോൾ മോഡ്, സിംഗിൾ മോഡ് ഫൈബറാണ് വിത്ത് സ്മോൾ മോഡ് ഫീൽഡ് ഡയമീറ്റർ ഷോ ഹയർ കപ്ലിംഗ് ലോസസ് ആയിരിക്കും അവിടെ കാണിക്കുക. ആൻഡ് MFD പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് ദി cabling performance such as joint micro bending losses. അതൊന്നും വേണ്ട, നിങ്ങൾ ഈ ഒരു ഫൈബർ ക്ലാഡിങ് വരെ എഴുതിയാൽ മതി, ബാക്കിയുള്ള പോയിൻറ്റ്സ് ഒന്നും വേണ്ട. അത്രയും ഇമ്പോർട്ടൻ്റ്, അത്രയും നോട്ട്സിൻ്റെ ആവശ്യമില്ല ഇതിൽ. ഫൈബർ സം ഒപ്റ്റിക്കൽ പവർ ഈസ് ഓൾവേസ് ഗൈഡഡ് ബൈ ദി ഫൈബർ ക്ലാഡിങ്, അത്രയും മതി. പിന്നെ ഇതിൻ്റെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. The mode field diameter decreases with increasing the wavelength. Wavelength increase ചെയ്യുമ്പോൾ മോഡ് ഫീൽഡ് ഡയമീറ്റർ ഡിക്രീസ് ആവും. ലൈറ്റ് സിഗ്നൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്നുണ്ട്. MFD ഇവിടെ ഇതുപോലെയാണ് MFD ഉണ്ടാവുക. ക്ലാഡിങ് കോർ ക്ലാഡിങ്, ഈ ഒരു ഫിഗറും കൂടെ ഒന്ന് വരച്ചാൽ മതി, അത്രയും മതി.